ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. അങ്ങനെ നമ്മുടെ ഫാമിലിയിലേക്ക് 1K സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞു ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ലുക്കുള്ളൊരു ജ്വല്ലറിയാണ്. സാരിയുടെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മാലയാണ് കേട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മോഡലാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഗിയർ വെയർ ആണ്. ഞാനിവിടെ ഗോൾഡൻ കളർ ഗിയർ വെയറാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് വേണ്ടത് മാല ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുത്തുകളാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാലക്ക മോഡലിലുള്ള ഒരു പെൻഡൻറ്റും അതിന് ചേർന്ന് കുറച്ച് ബീഡ്സ് കൂടിയാണ്. പിന്നീട് സ്റ്റോപ്പർ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബാക്ക് ചെയിനാണ്. ഇവിടെ കുറച്ച് നീളത്തിലുള്ളൊരു ബാക്ക് ചെയിനാണ് എടുത്തിരിക്കുന്നത്. നെക്ലേസിനേക്കാളും കുറച്ചും കൂടി നീളത്തിലാണ് നമ്മൾ ഈ മാല ചെയ്യുന്നത്. ഇനി പ്ലെയർ എടുത്തിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയറും നോർമൽ പ്ലെയറുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബീഡ്സ് കോർക്കാൻ ആവശ്യമുള്ള നീളത്തിന് ഗിയർ വെയർ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിലെടുത്താലും കുഴപ്പമില്ല, നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി അതിലേക്ക് ആ ലോക്കറ്റ് കൊരുത്ത് കൊടുക്കാം. ലോക്കറ്റിൽ 3 ഹോൾസ് ഉണ്ട്. അതിൽ ഞാൻ ആദ്യത്തെ ഹോളിൽ മാത്രമേ ഗിയർ വെയർ കൊരുക്കുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള ബീഡ്സ് എല്ലാം നമുക്ക് കൊരുത്തെടുക്കാം. ലോക്കറ്റിൻ്റെ ഇരുവശവും ഒരുപോലെ തന്നെ ബീഡ്സുകൾ അറേഞ്ച് ചെയ്തെടുക്കണം. ഈ മാല ചെയ്യാൻ എടുത്തിരിക്കുന്ന ബീഡ്സ് എല്ലാം ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ് കേട്ടോ. സാധാരണ പാലക്ക മാല ചെയ്യാൻ നമുക്ക് സെറ്റോടെ തന്നെ കിട്ടാറുണ്ട്. ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മാലയാണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ജ്വല്ലറിയാണിത്. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ബാക്ക് ചെയിന് കുറച്ചും കൂടി നീളം കുറഞ്ഞത് മതിയാകും. ഈ ബീഡ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ബീഡ്സ് എല്ലാം നമുക്ക് ലോക്കറ്റിൻ്റെ ഇരുവശവും കോർത്തെടുക്കാം. ഇവിടെ ബീഡ്സ് എല്ലാം നമ്മളിവിടെ കോർത്തെടുത്തിട്ടുണ്ട്. ഇത്രയും ബീഡ്സാണ് ഞാൻ ഈ മാല ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്ക് ചെയിനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ കോർത്തെടുത്തിരിക്കുന്ന ഭാഗം നമ്മൾ ബാക്ക് ചെയിനായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സ്റ്റോപ്പർ ആവശ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ കോർത്ത് വെച്ചിരിക്കുന്ന ഗിയർ വെയറിൻ്റെ ഒരറ്റത്തേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റോപ്പർ ഇട്ടതിന് ശേഷം ഗിയർ വെയർ ബാക്ക് ചെയിനുമായിട്ടും കൂടി ഒന്ന് കൊരുത്തെടുക്കണം. ബാക്ക് ചെയിനിൽ കൊരുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് ആ സ്റ്റോപ്പറിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വേണം കേട്ടോ ഗിയർ വെയർ എടുക്കാനായിട്ട്. ഞാനിവിടെ സ്റ്റോപ്പറിനുള്ളിൽ കൂടി കൊരുത്തെടുത്തിട്ടുണ്ട്. ബീഡ്സ് കോർത്തിരിക്കുന്ന ഭാഗത്തിനോട് ചേർന്ന് തന്നെ ഗിയർ വെയർ ഞാൻ ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. ബാക്ക് ചെയിനിൽ നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം ആ സ്റ്റോപ്പർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഗിയർ വെയർ ഞാനൊന്ന് കുറച്ചൊന്ന് വിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ചേർത്ത് തന്നെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗിയർ വെയറിൻ്റെ കുറച്ച് ഭാഗം അവിടെ ഒരു മുറിഞ്ഞതുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് ഭാഗം വിട്ടിട്ട് കട്ട് ചെയ്യുമ്പോഴേക്കും നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും. നീട്ടി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഭാഗം ഞാൻ ആ ക്യാപ്പിലേക്ക് തന്നെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു ഗ്യാപ്പൊന്നും വരത്തില്ല. നല്ല കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ് തന്നെയായിരിക്കും ആ എൻഡിലുണ്ടാവുക. 2 സൈഡും ഇതുപോലെ തന്നെയാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. ഈ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ സ്റ്റോപ്പർ ഇട്ടിട്ട് ബാക്ക് ചെയിനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റോപ്പർ ഇട്ടതിന് ശേഷം നമ്മൾ ഗിയർ വെയർ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ
ബീഡ്സിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കണം. എന്നാൽ കൂടുതൽ ടൈറ്റ് ആവാനും പാടില്ല, ഗ്യാപ്പ് വരാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം ഇവിടെ നമ്മൾ ആ ഗിയർ വെയർ വലിച്ചെടുക്കാനായിട്ട്. ബാക്ക് ചെയിനും കോർത്തെടുത്തിരിക്കുന്ന ബീഡ്സും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ബാക്ക് ചെയിനുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം സ്റ്റോപ്പർ പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോഴേ നമുക്കവിടെ നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഞാനവിടെ ബാക്ക് ചെയിനിൽ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോപ്പർ പ്രസ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ കുറച്ചൊന്ന് വിട്ടിട്ടാണ് ഞാനിവിടെ ഗിയർ വെയർ കട്ട് ചെയ്യുന്നത്. ഇനി ആ ക്യാപ്പിനുള്ളിലേക്ക് തന്നെയാണ് ഞാൻ ആ വയർ കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ആ എഡ്ജ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ചേർന്നിരുന്നാലേ നമുക്ക് ആ ഒരു വർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തോന്നത്തുള്ളൂ. അപ്പോൾ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ജ്വല്ലറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്